ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയ ടോപ്പിക് എടുക്കുകയാണ് ഭൂമിശാസ്ത്രം. അതിലെ ഭൂമിശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ മാക്സിമം ഫാസ്റ്റിൽ എടുത്ത് പോവുകയാണ്, കാരണം അതിനൊപ്പം നിങ്ങളും വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പെൻഡിങ് ഇടാണ്ട് എല്ലാവരും നോക്കണം കേട്ടോ. നോട്ട് എഴുതി തന്നെ പഠിക്കാം, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. എക്സാം ആകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം, അത്രമാത്രം. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ആഴ്ച പഠിപ്പിച്ചത് നിങ്ങൾ ഇതൊന്ന് റിവിഷ് ചെയ്തിട്ട് വേണം ഇത് കാണാൻ. കാരണം വെച്ചാൽ നമ്മൾ റിവിഷൻ ഉണ്ടെങ്കിൽ റിവിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാൻ സമയം കളയണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിനെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വീഡിയോകൾ ഇടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? ഭൂമിശാസ്ത്രം. അപ്പം ഭൂമിയുടെ ഉപരിതലത്തെയും ഭൂമിയുടെ ഉപരിതലം ഉണ്ടല്ലോ, ആ ഉപരിതലത്തിലെ വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളുടെ രാസപരവും പിന്നെ ഭൗതികരവുമായ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? അതിന് പറയുന്നതാണ് ഭൂമിശാസ്ത്രം എന്നത്. പിന്നെ ജിയോഗ്രഫി എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ഏതാണ്? ഗ്രീക്ക്. അപ്പം ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്ക് ഒരു ഉപരിതലം ഉണ്ട്. ആ ഉപരിതലത്തിലൊരു കുറച്ച് രാസവസ്തുക്കളും രാസപരമായ മാറ്റങ്ങളും ഭൗതികമായ മാറ്റങ്ങളും ഉണ്ടല്ലോ, അവയുടെ സ്വഭാവ സവിശേഷതകളും വിശദീകരിക്കുന്ന എന്ത്? ഭൂമിശാസ്ത്രം. അതിനുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ഭൂമിശാസ്ത്രം. പിന്നെ ജിയോഗ്രഫി എന്ന വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീക്ക്. ഓക്കെ, പിന്നെ ഈ പറയുന്നതൊക്കെ സെൻറ്റൻസുകളുണ്ട്. ഞാൻ SCERT എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസുകൾ ഇപ്പോൾ ഭൂമിശാസ്ത്രം ഇതിലാക്കുന്നു, സൂട്ടബിൾ ആവുന്നു എന്ന് അവർ ചോദിക്കും. കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലാണ് കുറേയൊക്കെ ചോദിക്കും, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഓരോ സെൻറ്റൻസുകളും അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കണം, എങ്കിൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. ഓക്കെ, കൺഫ്യൂഷനൊക്കെ അവർ പല ടൈപ്പിലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ജിയോഗ്രഫി എന്ന വാക്ക് എവിടെ നിന്നാണ് ഉപയോഗിച്ചത്? ഗ്രീക്കിൽ നിന്ന്. ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇറാത്തോസ്തെനീസ്. വേറെയും കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ്തെനീസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇറാത്തോസ്തെനീസ്. അപ്പോൾ ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ്തെനീസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇറാത്തോസ്തെനീസ്. ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളും പറയണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഇപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ നോട്ട് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ പിന്നെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചാൽ മതി. അല്ലാതെ പഠിക്കാൻ വേണ്ടി കൂടുതലിരിക്കണം. കാരണം വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്ര സിമ്പിളായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ കേട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അധികം സമയം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കേണ്ട ആവശ്യമില്ല. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചും പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ പറയുമ്പോൾ ആ കൂടെ തന്നെ നിങ്ങൾ വീഡിയോ നോട്ട് എഴുതുക, അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പം ജിയോഗ്രഫി എന്ന പദം എവിടെ നിന്നാണ് ഉപയോഗിച്ചത്? ഗ്രീക്കിൽ നിന്ന്. പിന്നെ ജിയോഗ്രഫി എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണ്? ഇറാത്തോസ്തെനീസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇറാത്തോസ്തെനീസ്. ഓക്കെ, ഇറാത്തോസ്തെനീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. ഓക്കെ, പിന്നെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനും ഇറാത്തോസ്തെനീസാണ്. അപ്പം ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാന്നുള്ളത് ഇറാത്തോസ്തെനീസാണ്. അതുപോലെ തന്നെ സൂര്യൻ്റെ രശ്മികളില്ലേ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവും കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഇറാത്തോസ്തെനീസ്. അപ്പോൾ ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇറാത്തോസ്തെനീസ്. പിന്നെ എന്തായിരുന്നു ഇറാത്തോസ്തെനീസ്? ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് വെച്ചാൽ ഇറാത്തോസ്തെനീസ്. അതുപോലെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരാന്ന് വെച്ചാലാണ്? ഇറാത്തോസ്തെനീസ് ആണ്. ഓക്കെ, മറക്കരുത് കേട്ടോ ഇറാത്തോസ്തെനീസിൻ്റെ. പിന്നെ ഇറാത്തോസ്തെനീസിൻ്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? മീംസ് ഹെർമിസ്. അപ്പം ഇറാത്തോസ്തെനീസിൻ്റെ പുസ്തകങ്ങൾ മീംസ് ഹെർമിസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇറാത്തോസ്തെനീസ് പറയുന്നത്? ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇറാത്തോസ്തെനീസ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ഇറാത്തോസ്തെനീസ്. സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ഇറാത്തോസ്തെനീസ്. പിന്നെ ഇറാത്തോസ്തെനീസിൻ്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? മീംസ് ഹെർമിസ്.
ഓക്കെ. അപ്പോൾ ഇറാത്തോസ്തനീസിനെ കുറിച്ച് എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത എന്താന്ന് നോക്കാം, ആരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇറാത്തോസ്തനീസിൻ്റെ പുസ്തകങ്ങൾ എന്താണ്? മീൻസ് ഹെർമിസ്. പിന്നെ അടുത്ത ആളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ടോളമി. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ടോളമി. ഗ്രീക്ക് വായന നിരീക്ഷകൻ അവിടെ ഞാൻ എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്, സോറി. ഓക്കെ, അപ്പം ഗ്രീക്ക് വായന നിരീക്ഷകൻ ആരാണ്? ഗ്രീക്ക് വായന നിരീക്ഷകൻ ടോളമി. അപ്പോൾ ഭൂമിശാസ്ത്രത്തിലെ പിതാവ് ടോളമിയാണ്, ഗ്രീക്ക് വായന നിരീക്ഷകൻ ടോളമിയാണ്. ടോളമിയുടെ പ്രശസ്തമായ പുസ്തകം ഏതൊക്കെയാണ്? ജിയോഗ്രഫി അൽമഞ്ചസ്റ്റ്. അപ്പം ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ ജിയോഗ്രഫി അൽമഞ്ചസ്റ്റും പിന്നെ നമ്മുടെ വേറൊരാളുടെ ഇറാത്തോസ്തനീസിൻ്റെ പുസ്തകങ്ങൾ എന്താണ്? മീൽസും ഹെർമിസും അല്ലേ? മീൽസും ഹെർമിസും അല്ലേ? ഇത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, മറന്നു പോവില്ല. അല്ലെ നമുക്ക് എക്സാം ടൈമിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ചെയ്യുമ്പം കൺഫ്യൂഷൻ ആവും. അപ്പം ഇറാത്തോസ്തനീസിൻ്റെ പുസ്തകങ്ങൾ മീൽസ് ഹെർമിസ്, ടോളമിയുടെ പുസ്തകങ്ങൾ ജിയോഗ്രഫി അൽമഞ്ചസ്റ്റ്. അപ്പം ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ടോളമി. ഗ്രീക്ക് വായന നിരീക്ഷകനാരാണ്? ടോളമിയുടെ പുസ്തകം എന്താണ്? ജിയോഗ്രഫിയും അൽമഞ്ചസ്റ്റും അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ രണ്ടുപേരെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഭൂമിശാസ്ത്രം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വസ്തുക്കളുണ്ടല്ലോ, അതിൻ്റെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളും അവയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ഭൂമിശാസ്ത്രം. പിന്നെ ജിയോഗ്രഫി എന്ന വാക്ക് ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ്. ഈ ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇറാത്തോസ്തനീസ് ആണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇറാത്തോസ്തനീസ്. അതുപോലെ സൂര്യന്റെ രശ്മികളും ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ഇറാത്തോസ്തനീസ്. മറക്കരുത്. പിന്നെ ഇറാത്തോസ്തനീസിന്റെ പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? മീൻസും ഹെർമിസും. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ടോളമി. ഓക്കെ, ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ടോളമി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരിക്കും അതിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവില്ലേ, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ടോളമി എന്നല്ല. പക്ഷേ നമ്മുടെ ഇത് പ്രകാരം ഒരു മിനിറ്റ്, PSCയിൽ എപ്പോഴും ആൻസർ കൊടുക്കുന്നത് ഇവരുടെ ഈ ടോളമിയുടെ കാര്യമാണ് കൊടുക്കുന്നത് കൂടുതലും. അതാണ് പ്രശ്നം. ശരിക്കും അത് പറയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പറയാട്ടോ, 1 മിനിറ്റ് ഞാനത് എനിക്ക് എപ്പോഴും അതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. ആ ഒരു PSCയുടെ ഇതിൽ പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ശരിക്കുമുള്ള പേര് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെക്ടേഷ്യസ് ആണ്. ഹെക്ടേഷ്യസ് എന്നാണ് പറയുക. ഓക്കെ, ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഹെക്ടേഷ്യസ് ആണ്. പക്ഷേ PSCയിൽ എപ്പോഴും ഉത്തരം വരുന്നത് ടോളമിയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഞാനിത് പറയാൻ കാരണം നമുക്ക് എക്സാമിന് ഇൻ കേസ് അങ്ങനെ ടോളമി തരാണ്ട് ഈ ഹെക്ടേഷ്യസ് തന്നാൽ അതാ കേട്ടോ ഉത്തരം കറക്റ്റ് വരിക. അതുകൊണ്ട് അപ്പം നമുക്കിങ്ങനെ തന്നെ വായിക്കുക. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് പറയുന്ന ആരാണ്? ടോളമി. ഗ്രീക്ക് വായന നിരീക്ഷകൻ ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ ജിയോഗ്രഫി അൽമഞ്ചസ്റ്റ്. ഓക്കെ, മാർക്കില്ലാന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താ നമുക്ക് നോക്കാം. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം എന്നാണ്? ഭൗമകേന്ദ്ര സിദ്ധാന്തം, ജിയോസെൻട്രിക് തിയറി. ഓക്കെ, അപ്പം ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്താണ്? ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഭൗമകേന്ദ്ര സിദ്ധാന്തം, ജിയോസെൻട്രിക് തിയറി. ഓക്കെ, ആരും മാർക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഭൗമകേന്ദ്ര സിദ്ധാന്തം ഇതിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ നോക്കണം കേട്ടോ, പഠിക്കണം. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം, ജിയോസെൻട്രിക് തിയറി. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? തെയിൽസ്.
ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാരാണ്? തേൽസ്. അതുപോലെ ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. ജിയോ സെൻട്രിക് തിയറി ഇംഗ്ലീഷ് വേർഡും കൂടെ പഠിച്ചു വെച്ചാൽ ചില സമയത്ത് ഇവർ ഇംഗ്ലീഷും ചോദിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? തേൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാർ ആരൊക്കെയാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലും. അപ്പം ഇത് കൺഫ്യൂഷൻ വരില്ലേ. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തേൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് ഗ്രീക്ക് പൈതഗോറസും അരിസ്റ്റോട്ടിലും. ഓക്കെ, പൈതഗോറസും അരിസ്റ്റോട്ടിലും. അവിടെ ചിന്തകന്മാർ കേട്ടോ. അവിടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇനി അടുത്ത എന്താ നോക്കാം നമുക്ക്. അപ്പോൾ ഒന്നിനെ പറഞ്ഞു നോക്കാം. എന്തൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്? ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്താണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തേൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ചിന്തകന്മാരൊക്കെയാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലും. മറക്കരുതേ. പിന്നെ ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമേ ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ പൈതഗോറസ്. ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമേ ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാണ്? പൈതഗോറസ്. അപ്പം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ ആരാന്ന് ചോദിച്ചാൽ തേൽസും. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാർ ആരാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലും. അതുപോലെ ഭൗമകേന്ദ്രവാദം ഇന്ന് മറക്കരുത്, കൺഫ്യൂഷൻ ആവുന്നത് നമ്മൾ അടുപ്പിച്ച് കൊടുക്കുന്നത്, നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ. ഓക്കെ, അതുപോലെ ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമേ ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാണ്? പൈതഗോറസ്. ഓക്കെ, ഭൂമിക്ക് ഗോളം അടുത്തത് നമ്മൾ എന്താന്ന് പറയുന്നത്? ഭൂമിക്ക് ഗോളാകൃതി അത് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ പറയുന്നത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ. അപ്പം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കോപ്പർനിക്കസ്. അപ്പം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ തേൽസും സ്ഥാപിച്ച ചിന്തകന്മാർ ആരാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലും. അതിന് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കോപ്പർനിക്കസ്. പിന്നെ ഭൗമകേന്ദ്രവാദം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാണ്? പൈതഗോറസ്. മാറിപ്പോയത്, കൺഫ്യൂഷൻ വരുന്നത്. അപ്പം ഗോളാകൃതിയാണെന്ന് ആശയം മുന്നോട്ട് വെച്ചത് തേൽസും, സ്ഥാപിച്ച തത്വചിന്തകന്മാർ പൈതഗോറസും അരിസ്റ്റോട്ടിലും. പിന്നെ അതിനെ പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ കോപ്പർനിക്കസും. പിന്നെ ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി വെച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് വെച്ചാൽ പൈതഗോറസ്. തിരിഞ്ഞു പോകില്ലേ കേട്ടോ. പിന്നെ ഓൺ ദ റെവല്യൂഷൻ എന്നാണ് ഞാനിവിടെ പെട്ടെന്ന് എഴുതുമ്പോൾ ഓക്കെ. ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ചതാരാണ്? കോപ്പർനിക്കസ്. ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ചതാരാണ്? കോപ്പർനിക്കസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഭൗമകേന്ദ്ര സിദ്ധാന്തം, ജിയോസെൻട്രിക് തിയറി. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ തേൽസും, അത് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ചിന്തകന്മാർ പൈതഗോറസും അരിസ്റ്റോട്ടിലും. അതിന് പിന്താങ്ങിയത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസും. ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ശാസ്ത്രജ്ഞൻ പൈതഗോറസും. ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആരുടെയാണ്? കോപ്പർനിക്കസിൻ്റെയാണ്. പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാമ്പൽക്കിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നതാണെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാന്ന് വെച്ചാൽ ആര്യഭട്ടൻ. ഓക്കെ, ആര്യഭട്ടൻ. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നതാണെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ. ഓക്കെ, കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ മഗലൻ.
അപ്പം ഭൂമി ഗോളാകൃതിയാണ് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ. അതുപോലെ കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാരാണ്? മഗല്ലൻ. പിന്നെ 11 വർഷം കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലയം വെച്ച് കാനഡക്കാരനായ സാഹസിക സഞ്ചാരി ആരാണ്? ജീൻ ബെലീവോ. ജീൻ ബെലീവോ. ഓക്കെ. അപ്പോൾ 11 വർഷം കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലയം വെച്ച് കാനഡക്കാരനായ സാഹസിക സഞ്ചാരി ആരാണ്? ബീൻ ബെലീവോ. ഓക്കെ, ബീൻ ബെലീവോ. അത്രയത് പഠിച്ചെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് നോക്കാം. അപ്പം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നതാണെന്ന് പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ. പിന്നെ കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാരാണ്? മഗല്ലൻ. 11 വർഷം കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലയം വെച്ച കാനഡക്കാരന സാഹസിക സഞ്ചാരി ആരാണ്? ജീൻ ബെലീവോ. ഞാൻ റിപ്പീറ്റ് പറയുമ്പോൾ നിങ്ങൾ ആ കൂടെ പറഞ്ഞു പോയിട്ട് നിങ്ങളത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, കൂടെ പഠിച്ചു പോകാതെ നമുക്ക് പിന്നെ അതിന് വേണ്ടി ഒരു സമയം കളയേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയിൽ എത്ര മിനിറ്റാണ് നിങ്ങൾ കാണുന്നത് അത്രയും സമയം കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന ടോപ്പിക് മൊത്തം നിങ്ങൾ പഠിച്ചു കഴിയും. എന്നോടൊപ്പം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പോരുവാണെങ്കിൽ. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയതാരാണ്? ഫ്രാൻസിഷോസ് ഗബാർട്ട്. ഫ്രാൻകോയിസ് ഗബാർട്ട് 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയതാരാണ്? ഫ്രാൻകോയിസ് ഗബാർട്ട്, ഫ്രാൻസിൽ. ഓക്കെ, അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നതാണെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ. കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ മഗല്ലൻ. 11 വർഷം കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലയം വെച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരി ആരാണ്? ജീൻ ബെലീവോ. മറക്കരുത്, ജീൻ ബെലീവോ. 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ചു. 11 വർഷമാണ് ജീൻ ബെലീവോ. അതുപോലെ 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയതാരാണ്? ഫ്രാൻകോയിസ് ഗബാർട്ട്, ഫ്രാൻസ്. ഓക്കെ, പിന്നെ സമുദ്രമാർഗം 150 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി ആരാന്ന് വെച്ചാൽ അഭിലാഷ് ടോമി. ഓക്കെ, അപ്പോൾ 11 വർഷം കൊണ്ട് ആരാണ്? ജീൻ ബെലീവോയും 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് റെക്കോർഡ് നേടിയ ഫ്രാൻസിഷോസ് ഗബാർട്ടും സമുദ്രമാർഗം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച മലയാളി ആരാന്ന് ചോദിച്ചാലാണ് അഭിലാഷ് ടോമി. ഓക്കെ, ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയതാരാണ്? ഹെൻറി കാവൻഡിഷ്. ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ്. ഓക്കെ, ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയതാരാണ്? ഹെൻറി കാവൻഡിഷ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ. കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണ് തെളിയിച്ച നാവികനാരാണ്? മഗല്ലൻ. പിന്നെ 11 വർഷം കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലയം വെച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരി ജീൻ ബെലീവോ. അതുപോലെ 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച ലോക റെക്കോർഡ് നേടിയതാരാണ്? ഫ്രാൻകോയിസ് ഗബാർട്ട്. പിന്നെ സമുദ്രമാർഗം 150 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി ആരാണ്? അഭിലാഷ് ടോമി. ഓക്കെ, ഇനി ഭൂമിയുടെ ഭാരം ആദ്യമായി അപ്പം ഇത്ര ഓർത്താണ് നിങ്ങൾ അതിനകത്ത് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരാണ്. 11 വർഷം ജീൻ ബെലീവോയും 42 ദിവസം ആരാണ്? ഫ്രാൻകോയിസ് ഗബാർട്ടും. സമുദ്രമാർഗം 150 ദിവസം കൊണ്ട് ആരാണ്? മലയാളി അഭിലാഷ് ടോമി. മറക്കരുത് കേട്ടോ, കമ്പയർ ചെയ്ത് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയതാരാണ്? ഹെൻറി കാവൻഡിഷ്. ഭൂമിയാണ് അത് പറഞ്ഞു. അതിൻ്റെ ആശയം എന്ന് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം ഏതാണ്? നവോത്ഥാന കാലഘട്ടം. നമ്മൾ നേരത്തെ ഒരു പറഞ്ഞായിരുന്നല്ലോ, ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന്. ഭൗമകേന്ദ്രവാദം അല്ല, നമ്മൾ നേരത്തെ ഒരു ഇതല്ലേ,
ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്താണ് നമ്മൾ പറഞ്ഞില്ലേ? എന്താണ്? ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. അതുപോലെ തന്നെ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം ഏതാണ്? നവോത്ഥാന കാലഘട്ടം. അപ്പോൾ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഭൗമകേന്ദ്ര സിദ്ധാന്തം. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം ഏതാണ്? നവോത്ഥാന കാലഘട്ടം. ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ നിങ്ങളിത് മറന്നു പോലും, കൺഫ്യൂഷൻ വരില്ല. എക്സാമിന് ഇങ്ങനെ കൺഫ്യൂഷൻ തരുന്ന ഫാക്ട്സ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം, മറക്കരുത് കേട്ടോ. അപ്പം ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന എന്ന് പ്രസ്താവിക്കുന്ന ഏതായിരുന്നു? ഇത് സിദ്ധാന്തം ഏതാണെന്ന് വെച്ചാൽ ഭൗമകേന്ദ്ര സിദ്ധാന്തം. അതുപോലെ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് ആശയം തെറ്റാണ് തെളിയിക്കപ്പെട്ട കാലഘട്ടം എപ്പോഴാണ്? നവോത്ഥാന കാലഘട്ടം. പിന്നെ ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷും ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം ഏതാണ്? നവോത്ഥാന കാലഘട്ടം. പിന്നെ ഭൂമിയുടെ ചലനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഭ്രമണവും പരിക്രമണവും ഉണ്ടാവും. ഓക്കെ, ഭൂമിയുടെ ചലനങ്ങൾ രണ്ടെണ്ണം, ഭ്രമണം, പരിക്രമണം. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിന് ഭ്രമണം, റൊട്ടേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിന് നമ്മൾ ഭ്രമണം എന്ന് പറയും. അപ്പോൾ ഭൂമിയുടെ ചലനങ്ങൾ രണ്ടാണ്, ഭ്രമണവും പരിക്രമണവും. അതിൽ ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് നമ്മൾ ഭ്രമണം എന്ന് പറയും, റൊട്ടേഷൻ. ഓക്കെ, ഒരു ഭ്രമണം പൂർത്തിയാകാൻ ഭൂമിക്ക് വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് പോകുന്നത് വെച്ചാൽ ചെറിയൊരു അക്കത്തിലൊക്കെ നമുക്ക് അത് അവർ ഓപ്ഷൻ മാറ്റി തരും. ഓക്കെ, അപ്പം ഒരു ഭ്രമണം പൂർത്തിയാകാൻ ഭൂമിക്ക് വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണ് തെളിയിക്കപ്പെട്ട കാലഘട്ടം നവോത്ഥാന കാലഘട്ടം. ഭൂമിയുടെ ചലനങ്ങൾ എന്ന് പറയുമ്പോൾ ഭ്രമണവും പരിക്രമണവും. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നത്, അതിനാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്, റൊട്ടേഷൻ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഓക്കെ, ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം, ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതും ഭ്രമണമാണ്. അപ്പം ഭൂമിയുടെ ചലനങ്ങൾ രണ്ടാണ്, ഭ്രമണവും പരിക്രമണവും. ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന്. ഓക്കെ, ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. ഒരു ഭ്രമണത്തിന് വേണ്ട സമയം എത്രയെന്ന് വെച്ചാൽ 24 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ്. സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടാൻ കാരണവും ഭ്രമണമാണ്. ഓക്കെ, സൂര്യൻ്റെ രാവും പകലും അനുഭവപ്പെടാൻ കാരണം ഭ്രമണം, സൂര്യൻ്റെ സ്ഥാനം മാറുന്ന അനുഭവപ്പെടാൻ കാരണം ഭ്രമണം. പിന്നെ ഭൂമി സ്വയം തിരിയുന്നതിന് ഭൂമി സ്വയം തിരിയുകയാണല്ലോ ചെയ്യുന്ന ഭ്രമണത്തിൽ. ഭൂമധ്യരേഖ പ്രദേശത്തെ വേഗത എന്ന് പറയുന്നത് 1667 km/h. 1667 km/h. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളത് എഴുതി തന്നെ പഠിക്കണം, ഈ അക്കങ്ങളും ഡേറ്റുകളും ഒക്കെ ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മറന്നു പോകും, കൺഫ്യൂഷൻ അടിക്കും. ഇവിടെ നമ്മളൊന്ന് എഴുതി നോക്കിക്കേ, പിന്നെ അത് കൺഫ്യൂഷൻ നിങ്ങൾ വിചാരിക്കും അത്രയും സമയം പോകുമല്ലോ. പക്ഷെ അതൊരിക്കലും വേസ്റ്റ്. നമ്മൾ ചുമ്മാ അത് വായിച്ച് വിട്ട് പിന്നെ എക്സാമിന് മറന്നു പോകുന്നേക്കാളും നല്ലതാണ് അത് മറന്നു പോകാണ്ട് നമ്മുടെ മനസ്സിൽ ദൃഢമായി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അക്കങ്ങൾ ഉള്ളത് ഇങ്ങനെ എത്ര എണ്ണം എങ്ങനെയുള്ളത് ഒക്കെ സെപ്പറേറ്റ് ഒരു ബുക്കിൻ്റെ ബാക്കിൽ എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞില്ല ഡേറ്റ്സ് സെപ്പറേറ്റ് എഴുതുക, അത് ഫ്രണ്ടിൽ എഴുതുക. നിങ്ങളിത് ഓരോ ദിവസം പഠിക്കുന്ന പിറ്റേ ദിവസം അത് ഫുള്ള് ആദ്യന്നിട്ട് പിന്നെയും ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ ഒരിക്കലും നിങ്ങൾ പഠിച്ചെന്ന് മറന്നു പോവില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൃത്യമായും അങ്ങനെ എഴുതി അക്കങ്ങളും ഡേറ്റും പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, മറക്കരുത് കേട്ടോ. അപ്പോൾ ഭൂമി സ്വയം തിരിയുന്നതിന് ഭൂമധ്യരേഖ പ്രദേശത്തെ വേഗത എന്ന് പറയുന്നത് 1667 km/h. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഭ്രമണ ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഓക്കെ, ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഭൂമിയുടെ ഭ്രമണ ദിശ എവിടെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്.
അപ്പോൾ ഭൂമിയുടെ ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭ്രമണവും പരിക്രമണവുമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നു. ഒരു ഭ്രമണം പൂർത്തിയാകാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. മറക്കല്ലേ. ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ്? ഭ്രമണം. അതുപോലെ തന്നെ സൂര്യൻ്റെ സ്ഥാനം മാറുന്നത് അനുഭവപ്പെടാൻ കാരണം ഭ്രമണം. ഓക്കെ. പിന്നെ ഭൂമി സ്വയം തിരിയുന്നതിന് ഭൂമധ്യരേഖ പ്രദേശത്തെ വേഗത എന്ന് പറയുന്നത് 1667 km/h. പിന്നെ ഭൂമിയുടെ ഭ്രമണ ദിശ എന്ന് പറയുന്നത് എവിടുന്നാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഓക്കെ. ഭൂമിയുടെ ഭ്രമണ ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. സൂര്യോദയം ആദ്യം അനുഭവപ്പെടുന്നതിന് ഒരു പ്രദേശത്തിൻ്റെ കിഴക്കുദിക്കാൻ കാരണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാണ്. അപ്പം സൂര്യൻ ഉദയം അനുഭവപ്പെടുന്നത് കിഴക്കല്ലേ, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കെന്ന് പറയുന്നില്ല. അപ്പം അതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതിനാലാണ്. ഓക്കെ. അത്രയാണ് നമ്മൾ ഈ ഭ്രമണത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ പരിക്രമണമാണ്. പരിക്രമണം എന്താണെന്ന് നോക്കാം. പരിക്രമണം എന്ന് പറഞ്ഞാൽ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നു. വലിയ വൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റെവല്യൂഷൻ എന്ന് പറയും. മറ്റേത് റൊട്ടേഷൻ, ഇത് റെവല്യൂഷൻ. അപ്പം ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ തിരിയുന്നതിന് നമ്മൾ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്ന നമ്മൾ ഭ്രമണം എന്ന് പറയുന്നു. ഇത് വലിയ വൃത്താകൃതിയിൽ ദീർഘവൃത്താകൃതി സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നതിനാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. ഓക്കെ. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. അല്ലെങ്കിൽ 365 ദിവസം 365 കാൽ ദിവസം എന്ന് പറഞ്ഞാലും ശരി. അപ്പോൾ 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. ഓക്കെ, മറക്കരുത്. അപ്പം പരിക്രമണത്തിന് വേണ്ട സമയം ഭ്രമണത്തിന് വേണ്ട സമയം എത്രയായിരുന്നു? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇത് 365 ദിവസം. ഭ്രമണത്തിന് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും. പരിക്രമണത്തിന് 365 ദിവസവും 5 മണിക്കൂറും 5 മണിക്കൂറും പിന്നെ എത്രയായിരുന്നു? 48 മിനിറ്റും 45 സെക്കൻഡും. എന്ന് വെച്ചാൽ 365 കാൽ ദിവസം എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ. പിന്നെ ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? 29.8 കിലോമീറ്റർ സെക്കൻഡ്. ഭൂമിയുടെ പരിക്രമണ വേഗത 29.8 കിലോമീറ്റർ സെക്കൻഡ്. ഓക്കെ. ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറഞ്ഞാൽ 29.8 കിലോമീറ്റർ സെക്കൻഡ്. SCRT ആണെങ്കിൽ പറയാം നമ്മൾ 1,06,000 km/h. അപ്പോൾ ഇതുപോലെ ഭൂമിയുടെ പരിക്രമണ വേഗത 29.8 ആണെങ്കിൽ ഭൂമിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് 11.2 km/s. 11.2 km/s. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നത്. മറ്റേത് ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറഞ്ഞാൽ 29.8ഉം പലായന പ്രവേഗം എന്ന് പറയുന്നത് 11.2 km ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നും കൂടെ നോക്കാം എന്തൊക്കെയാണെന്ന് പറഞ്ഞെന്നുള്ളത്. ഭൂമിയുടെ ഉപരിതലം, അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം ഭൂമിശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിലെ ഉപരിതലത്തിലുള്ള വസ്തുക്കളുടെ ഭൗതികവും രാസപരമായ മാറ്റങ്ങളെ അവരുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ഭൂമിശാസ്ത്രം. പിന്നെ ജിയോഗ്രഫി എന്ന
ഉത്ഭവിച്ച ഭാഷ എവിടെ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ്. ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇറാത്തോസ്തനീസ്. പിന്നെ ഇറാത്തോസ്തനീസിനെ കുറിച്ച് കുറച്ച് സവിശേഷങ്ങൾ നമ്മൾ പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഭൂമിയുടെ ചുറ്റളവില്ലേ, അത് ആദ്യമായി കണ്ടുപിടിച്ച ആരാണ്? കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇറാത്തോസ്തനീസ്. സൂര്യരശ്മികൾ ഭൂമി പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ തത്വചിന്തകന്മാർ അത് തന്നെയാണ് ഇറാത്തോസ്തനീസ് ആണ്. പിന്നെ ഇറാത്തോസ്തനീസിൻ്റെ പുസ്തകങ്ങളാണ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? മീംസും ഹെർമീസും. പിന്നെ ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ടോളമി. ഗ്രീക്ക് നിരീക്ഷകനും ആരാണ്? ടോളമി. ടോളമിയുടെ പ്രശസ്തമായ പുസ്തകം എന്താണ്? ജിയോഗ്രഫിയും അൽമഞ്ചസ്റ്റും. പിന്നെ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഏതായിരുന്നു? ഭൗമകേന്ദ്ര സിദ്ധാന്തം. എന്നാൽ അത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന പ്രസ്താവന തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം എന്നാണ് നവോത്ഥാന കാലഘട്ടം. മറക്കരുത്, ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക്. ഓക്കെ. പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ തേൽസും അത് സ്ഥാപിച്ച ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാരാരാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലും. പിന്നെ ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ശാസ്ത്രജ്ഞനാരാണ്? പൈതഗോറസ്. അപ്പം കേന്ദ്രവാദം എന്തായിരുന്നു? ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പ്രസ്താവിച്ച ഭൗമകേന്ദ്രവാദം. അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം നവോത്ഥാന കാലഘട്ടമാണ്. പിന്നെ അത് ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞനാരാണ്? പൈതഗോറസ്. ഓക്കെ. പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആശയത്തെ പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ്. പിന്നെ ഓൺ ദി റെവല്യൂഷൻ ഓഫ് ദി ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ്. പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നതാണെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാരാണ്? ആര്യഭട്ടൻ. ഓക്കെ, മറക്കരുതേ. ഇതെല്ലാം ഞാൻ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആദ്യമായി ഉന്നയിച്ച ശാസ്ത്രജ്ഞൻ തെയിൽസ് ആണ്. എന്നാൽ അത് സ്ഥാപിച്ചത് പൈതഗോറസും അരിസ്റ്റോട്ടിലും കൂടിയാണ് അല്ലേ? അതെ, പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ്. അത് കഴിഞ്ഞിട്ട് ഭൗമകേന്ദ്രവാദം എന്ന ആശയം മുന്നോട്ട് വെച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ പൈതഗോറസ് ആണ്. പിന്നെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം പിന്താങ്ങിയത് കോപ്പർനിക്കസും. പിന്നെ അത് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നതെന്ന് പ്രസ്താവിച്ചത് ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭട്ടൻ. ഓക്കെ. കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാന്ന് ചോദിച്ചാൽ മഗലൻ. ഓക്കെ. കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടെന്ന് തെളിയിച്ച നാവികൻ മഗലനും 11 വർഷം കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര നടത്തിയും ഭൂമി ചുറ്റി സഞ്ചരിച്ച കാനഡക്കാരനെ സാഹസിക സഞ്ചാരി ആരാന്ന് വെച്ചാൽ ജീൻ ബലീവോയും 42 ദിവസം കൊണ്ട് ഭൂമി കപ്പൽ ഓടിച്ച് ലോക റെക്കോർഡ് നേടിയ ആരാന്ന് വെച്ചാൽ ഫ്രാൻകോയിസ് ഗബാർട്ട് ഫ്രാൻസിൽ. പിന്നെ സമുദ്രമാർഗം 150 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി ആരാന്ന് വെച്ചാൽ അഭിലാഷ് ടോമി. പിന്നെ ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. അപ്പം ഒന്നുകൂടെ പറയാത്, കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണ് തെളിയിച്ച നാവികൻ മഗലനും 11 വർഷം കൊണ്ട് ചുറ്റി സഞ്ചരിച്ചത് ആരായിരുന്നു? കാനഡക്കാരനായ ജീൻ ബെലുവോയും 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച് കപ്പൽ ഓടിച്ച് റെക്കോർഡ് നേടിയത് ആരാണ്? ഫ്രാൻകോയിസ് ഗബാർട്ടും. 150 ദിവസം കൊണ്ട് സമുദ്രം മാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി അഭിലാഷ് ടോമി. പിന്നെ ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ് ആണ്. പിന്നെ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം നവോത്ഥാന കാലഘട്ടം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നവോത്ഥാന കാലഘട്ടം. പിന്നെ ഭൂമിയുടെ ചലനങ്ങളാണ് നമ്മൾ പറയുന്നത്. 2 ചലനങ്ങളാണുള്ളത്, ഭ്രമണവും പരിക്രമണവും. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നത് ഭ്രമണം. ഓക്കെ. റൊട്ടേഷൻ. ഒരു ഭ്രമണം പൂർത്തിയാകാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. പിന്നെ ഭൂമി പകലും രാത്രിയും മാറി അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ്. അതുപോലെ തന്നെ സൂര്യൻ്റെ സ്ഥാനം മാറുന്നത് നമുക്ക് അനുഭവപ്പെടാൻ കാരണവും ഭ്രമണമാണ്. ഭൂമി സ്വയം തിരിയുന്നതിന് ഭൂമധ്യരേഖ പ്രവേശത്തെ വേഗത എന്ന് പറയുന്നത് 1667 km/h. പിന്നെ ഭൂമിയുടെ ഭ്രമണ ദിശ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യോദയം ആദ്യം അനുഭവപ്പെടുന്ന എവിടെയാണ്? നമ്മൾ കിഴക്കല്ലേ. കിഴക്കായതിനാലാണ് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ്, ജസ്റ്റ് ഓപ്പോസിറ്റ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഓക്കെ. ദീർഘവൃത്താകൃതി. ഇനി നമ്മൾ പരിക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി അതിന് സ്വയം സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്, റൊട്ടേഷൻ. എന്നാൽ പരിക്രമണം, റവല്യൂഷൻ
പൊസിഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു വലിയ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നു. ഓക്കെ, ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നതാണ് പരിക്രമണം എന്ന് പറയുന്നത്. പരിക്രമണം പൂർത്തിയാൻ ഭൂമിക്ക് വേണ്ടത് 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡുമാണ്. അല്ലെങ്കിൽ 365 ദിവസം 365 കാൽ ദിവസവും എന്ന് പറഞ്ഞാലും ശരി കേട്ടോ. പിന്നെ ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത് 29.8, പാലായന വേഗത എന്ന് പറഞ്ഞാൽ 11. പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ 11.2. ഇത് രണ്ടും മറക്കരുത്. പരിക്രമണ വേഗത 29.8, പരിക്രമണ വേഗത 29.8. SCRT പ്രകാരമാണ് 1,06,000 km/h. പിന്നെ ഇത് ഭൂമിയുടെ പലായന പ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.2 km/s. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് പോർഷൻസ് എടുത്ത് തരുന്നതായിരിക്കും. ഇത്രയും സമയം കൂടിയല്ലേ ഉള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.